Écoute, j'essaye. Voilà. Le vois maintenant. ഇസ്രായേലിനെതിരായ ബഹിഷ്കരണങ്ങളും ഉപരോധങ്ങളും ജൂതവിരുദ്ധത പ്രോത്സാഹിപ്പിക്കുന്ന മുൻകാല പരാമർശങ്ങളും ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ ആഭ്യന്തരമന്ത്രി മോഷെ അർബെൽ യൂറോപ്യൻ പാർലമെന്റ് അംഗം റിമ ഹസനെ രാജ്യത്ത് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കി. കൂടാതെ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധി സംഘത്തിന്റെ തലവനായ ലിൻ ബോയിലാനെയും രാജ്യത്ത് പ്രവേശിക്കുന്നതിൽ നിന്ന് തടഞ്ഞു. ബോയിലാൻ ഇസ്രായേലിനെ തെമ്മാടി രാഷ്ട്രമെന്ന് വിളിക്കുകയും കണക്ക് ബോധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പാലസ്തീൻ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുവാൻ ബെൽജിയത്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോകുന്നതിനിടയിലാണ് ഹസനെ വിലക്കുവാൻ അർബൽ ഉത്തരവിട്ടത്. ഹസൻ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിന് തൊട്ടുമുമ്പുള്ള അർബലിന്റെ പ്രസ്താവനയിൽ ഇസ്രായേലിനെതിരെ ബഹിഷ്കരണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഹസൻ നിരന്തരം പ്രവർത്തിച്ചിട്ടുണ്ടെന്നും രാജ്യത്തിനെതിരെ നിരവധി പൊതുപ്രസ്താവനകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും നടത്തിയിട്ടുണ്ടെന്നും അവകാശപ്പെട്ടു. ഹസനെ ബെൽജിയത്തിലേക്ക് തിരിച്ചയക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നീട് അവർ ബോയിലിനൊപ്പം ബെൽജിയത്തിലേക്ക് തിരികെ വിമാനം കയറുകയായിരുന്നു. പ്രവേശനം നിഷേധിച്ച ഉദ്യോഗസ്ഥർക്ക് ഇസ്രായേൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. പാലസ്തീനികളെ കൈകാര്യം ചെയ്യുന്നതിനെതിരെ ഇസ്രായേൽ സർക്കാരിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന രാജ്യങ്ങളിലൊന്നായ അയർലൻഡിലെ സിൻഫെയിൻ പാർട്ടിയിലെ അംഗമാണ് ബോയിലാൻ. ഇസ്രായേൽ തങ്ങളുടെ ദ്രോഹം ആഗ്രഹിക്കുന്നവർക്ക് നിയമസാധുത നൽകില്ല. നമ്മുടെ ജനാധിപത്യത്തെ ചൂഷണം ചെയ്യുവാൻ ശ്രമിക്കുന്ന സെമിറ്റിക് വിരുദ്ധ ഇസ്രായേൽ വിരുദ്ധ ഘടകങ്ങൾക്കെതിരെ തുടർന്നും നടപടിയെടുക്കുമെന്ന് ഇസ്രായേൽ ആഭ്യന്തരമന്ത്രി മോഷെ അർബൽ എക്സിൽ കുറിച്ചു.